നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തു. ഫ്ലൈയിങ് സ്റ്റാർ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ വളരെ മോശമായിട്ടുള്ള സ്റ്റാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 സ്റ്റാറുകളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾക്ക് പറയാം. വീട് പൊളിച്ചു മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്നത് 7 എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണെന്ന് കരുതുക. അതായത് അത് 27 ആണെന്ന് കരുതുക. അതിൽ വാട്ടർ സ്റ്റാർ ആണ് നമ്മളെ ബാധിക്കുന്നത്. എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ ആണ് ബാധിക്കുന്നത്. ബെഡ്റൂമിലാണെങ്കിൽ മൗണ്ടൻ സ്റ്റാർ ആണ് ബാധിക്കുന്നത്. പറ്റിപ്പ്, കടബാധ്യതകൾ, പൈസ വാങ്ങിച്ച തിരിച്ചു കിട്ടില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് പരിഹാരമായി ഒരു ബ്ലൂ കളറിലുള്ള മാറ്റ് എൻട്രൻസിലിടുക. അതിനോടൊപ്പം തന്നെ ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു വയ്ക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടാനുള്ള പൈസ കിട്ടാനും നമ്മളെ മറ്റൊരാളെ പറ്റിക്കാതിരിക്കാനും ഇതൊരു നല്ല റെമഡിയായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്നത് സിംബോളിക്കായിട്ട് വർക്ക് ചെയ്യും. മറ്റേ ബ്ലൂ കളർ എന്ന് പറയുന്നത് 7 എന്ന് പറയുന്ന എനർജി ഒരു മെറ്റൽ എനർജിയാണ്. അപ്പോൾ ഒരു എനർജി ഒരു എലമെൻറ്റ് ഒരു എലമെൻറ്റിനെ നന്നാക്കുകയും ഒരു എലമെൻറ്റിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട്. അപ്പോൾ മെറ്റൽ എന്ന് പറയുന്ന എനർജിയെ നന്നാക്കുന്ന സൈക്കിൾ എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ്. അപ്പോൾ ഈ മെറ്റൽ നിൽക്കുന്ന സ്ഥലത്ത് മെറ്റലോ ക്രിസ്റ്റലോ നമ്മൾ കൊടുത്താൽ ഈ 7 കൂടുതൽ ആക്റ്റീവ് ആവും. അതേസമയം ആ സ്ഥലത്ത് നമ്മൾ വാട്ടർ കൊടുത്താൽ, അതായത് വാട്ടർ കൊടുത്താൽ മെറ്റൽ ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ കൊടുക്കുന്നു. വാട്ടർ വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ടറിന്റെ കളർ സ്കീമായ ബ്ലൂ കളർ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ആ എലമെന്റ് ആയിട്ട് വർക്ക് ചെയ്യും, ആ ദോഷത്തിന് പരിഹാരമാവുകയും ചെയ്യും. ഇനി മറ്റൊരു എലമെന്റിനെ പറ്റി പറയാം. നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്നത് ഒരു 4-3 കോമ്പിനേഷൻ ആണെന്ന് കരുതുക. ഈ വീടിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വഴക്കാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്ത് നോക്കിയപ്പോൾ അവരുടെ എൻട്രൻസിൽ ഈ പറഞ്ഞ കണക്ക് ഒരു 4-3 കോമ്പിനേഷൻ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ വഴക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. സാർ, ഇവിടെ എപ്പോഴും വഴക്കാണെന്ന് ആ കുട്ടി പറഞ്ഞു. കാരണം ആ വഴക്കിനുണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സ്റ്റാർ അവരുടെ എൻട്രൻസിൽ നിൽപ്പുണ്ട്. അതെന്ന് പറയുന്നത് 3 ആണ്. അത് കലഹത്തിന്റെ നക്ഷത്രമാണ്. അപ്പം അവരുടെ അവിടെ പ്രശ്നം ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അവിടെ ഉണ്ടാകും. അപ്പോൾ അതിന് റെമഡി ആയിട്ട് 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന, മിനിമം 4 വരണം, അതിൽ കൂടിയാലും കുഴപ്പമില്ല, ഒരു റെഡ് കളർ മാറ്റ് അവിടെ എൻട്രൻസിൽ ഇടാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 എന്ന് പറയുന്ന എലമെന്റ് ഒരു വുഡ് എലമെന്റ് ആണ്. അപ്പോൾ അത് കലഹത്തിന്റെ സ്റ്റാറാണ്. അപ്പോൾ ആ എലമെന്റ് അവിടെ നല്ലതല്ല. നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഫയർ എലമെന്റ് കൊടുത്തു. ഫയറിന്റെ കളറാണ് റെഡ്. അപ്പോൾ സ്വാഭാവികമായും വുഡ് അവിടെ ഇല്ലാതാവുകയും അവിടുത്തെ പ്രശ്നം സോൾവ് ആവുകയും ചെയ്തു. ഇതാണ് ആ ഒരു റെമഡി. അവിടെ നമുക്കൊരു ടൂൾ വെക്കണമെങ്കിൽ ഒരു ഫയർ ബോൾ വെക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വീടിന്റെ എൻട്രൻസിൽ ഇപ്പൊ 8-2 എന്ന് പറയുന്നത് സ്റ്റാർ നിൽക്കുന്നു എന്ന് കരുതുക. 8-2. അപ്പോൾ അത് എൻട്രൻസ് ആണ്. ആ 2 എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇനി വീട് ഡോറ് മാറ്റാനോ മറ്റോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ അവിടെയും നമുക്ക് പൊളിച്ചു മാറ്റാനില്ലാതെ പരിഹാരം ചെയ്യാം. ഒരു വിൻചെയിം അതിൻ്റെ ആ ഡോറിൻ്റെ സമീപത്ത് സ്ഥാപിക്കാം. അതിനോടൊപ്പം തന്നെ 6 മെറ്റൽ കോയിൻസും സ്ഥാപിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും. കാരണം ഈ 2 എന്ന് പറയുന്ന എനർജി ഒരു എർത്ത് എനർജിയാണ്. ആ എർത്ത് എനർജിയെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മെറ്റൽ എനർജിക്കുണ്ട്. അതുകൊണ്ടാണ് 6 റോഡ് എന്ന് പറയുന്ന ഒരു വിൻചെയിൻ നമ്മളവിടെ സ്ഥാപിച്ചത്. അതിനോടൊപ്പം 6 മെറ്റൽ കോയിൻസും കൂടെ സ്ഥാപിക്കുമ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന ആ എർത്ത് എനർജിയെ വീക്ക് ആവുകയും അവിടുത്തെ ഹെൽത്ത് ഇഷ്യൂസ് സ്വാഭാവികമായും കുറേശ്ശെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാം. ഇനി ഫംഗ്ഷയുടെ ചില സിംബോളിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാം. അതെന്തൊക്കെ ചെയ്യാം എന്നുള്ള 2-3 ടൂളും കൂടെ കാണിക്കാം. ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഒരു ട്രാവലിംഗ് ബുദ്ധ, ഇത് നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു പോസിറ്റീവ് എനർജിയും നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധ നമ്മളെ സഹായിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന ദുഷിച്ച ശക്തികൾ, അതായത് നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാന വാതിലിലോട്ട് നോക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുവാൻ കുങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു വയ്ക്കാം. മെയിൻ ഡോറിനെ ഫോക്കസ് ചെയ്താണ് വെക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന ദുഷിച്ച ശക്തികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാനായിട്ടാണ് ഫംഗ്ഷനിൽ ഇത് ഉപയോഗിക്കുന്നത്. ഒരു ടൂളും കൂടെ പരിചയപ്പെടാം. വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. 3 കാലുകളുള്ള തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇതിനെ വെക്കുന്നത്. പ്രധാന ഡോറിൻ്റെ സമീപത്ത് വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിലേക്ക് നോക്കിയാണ് ഇതിനെ വെക്കുന്നത്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ തരാൻ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്.